സമീപകാലത്ത് നടന്നതിൽ വെച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നതായിട്ടാണ് പിണറായി വിജയൻ അവകാശപ്പെടുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവകാശപ്പെടുന്നത്. ഗെയിൽ പൈപ്പിന്റെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഞാൻ പറയാം. ഗെയിൽ പൈപ്പിന്റെ പരിപാടി നടന്നു, അതുപോലെ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണോ? ഇപ്പൊ എന്തായാലും വന്നത് ഉദ്ഘാടനം ചെയ്തത് പിണറായിയുടെ കാലത്താണ്. റോഡ് വികസനം കേരളത്തിൽ വന്നു. ഇപ്പൊ പാവപ്പെട്ട ആളുകളോട് വേണമെങ്കിൽ പറയാം, ദേശീയ റോഡൊക്കെ നമ്മളതാണെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. അതുപോലെ സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യം വന്നു, ആശുപത്രികൾക്ക് ഒരുപാട് അടിസ്ഥാന സൗകര്യം വന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വികസനത്തിന്റെ ഒരു അപ്പോസ്തലനായിട്ടാണ് പിണറായി വിജയനെ പ്രസന്റ് ചെയ്തത്, കാരണഭൂതനെ പ്രസന്റ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ വികസനം ഇവിടെ ഏറ്റില്ല എന്നൊരു ചോദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവമായി ആലോചിക്കണം. ഒന്നാമത്തെ പ്രശ്നം, മുട്ടിന് ഗോവിന്ദൻ മാഷും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞത്, നോക്കൂ നിങ്ങൾ ലണ്ടനെ നോക്കൂ, ലണ്ടനെ പോലെയാണ് കേരളം എന്ന് പറഞ്ഞു. അപ്പോൾ ലണ്ടനെ പോലെ നോക്കിയതാരാണ്? ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, ആദിവാസികൾ, എല്ലാ സമുദായത്തിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, തൊഴിലില്ലാത്ത 45 ലക്ഷം യുവാക്കൾ, തൊഴിലില്ലാത്ത യുവതികൾ, ആശാ വർക്കേഴ്സ് 25,000-ന് 30,000 വരുന്ന ആശാ വർക്കേഴ്സ്, 10,65,000 വരുന്ന അംഗനവാടി വർക്കർമാർ, അംഗനവാടി പെൻഷൻകാർ, ഇങ്ങനെ തുടങ്ങി ഒരു വലിയ വിഭാഗം ജനങ്ങൾ വളരെ കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. ഈ എവരുടെ വികസനമായിരുന്നില്ല നടപ്പിലാക്കിയത്. ഒരു സമ്പന്ന വർഗത്തിന്റെ വലിയ റോഡ്, വലിയ മാളുകൾ, വലിയ കെട്ടിടങ്ങൾ, വലിയ സൗകര്യങ്ങൾ, വലിയ അടിസ്ഥാന സൗകര്യം, ഇങ്ങനെ ചിന്തിച്ച് കേരയിൽ, അതുപോലെ തുരങ്കപാത, ഇങ്ങനെ ഒരു വൻപൻ പദ്ധതികളുടെ ഒരു വൻകിടക്കാരുടെ ചിന്താഗതിയായിട്ടുള്ള ഒരു സിംഗപ്പൂർ ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചതും. അതാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഗോവിന്ദൻ മാഷിന്റെ വായിൽ നിന്നും എപ്പോഴും വരുന്നത്. കൂറ്റനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, പാലക്കാടാന്ന് തോന്നുന്നു, പാലക്കാട് കൂറ്റനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഗോവിന്ദൻ മാഷ് പ്രസംഗിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ഓരോ 20 മിനിറ്റിലും ട്രെയിനുണ്ട്, ഇവിടെ നിന്ന് നിങ്ങൾ കയറിയാൽ 10 മിനിറ്റ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ 10 മിനിറ്റ് എത്തുന്നു, അവിടെ നിന്ന് 10 മിനിറ്റിനകത്ത് അടുത്ത ട്രെയിൻ വരുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ അപ്പം ചൂടോടുകൂടി കൊച്ചി കൊണ്ടുവയ്ക്കാൻ പറ്റുന്നു. കൊച്ചിയിൽ നിന്ന് അപ്പം വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഉടനെ തന്നെ അവിടെ നിന്ന് ഊണും കഴിച്ച് എറണാകുളത്തെ വരുമ്പോൾ അടുത്ത വീട്ടുകാർ അടുത്ത അപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്നു, അതെടുത്തോണ്ട് കണ്ണൂർ പോകുന്നു, അവിടെ കൊടുത്തിട്ട് വരുമ്പോൾ ചായ റെഡിയാക്കി വെച്ചിരിക്കുന്നു, അതും കുടിച്ചുകൊണ്ട് വീണ്ടും തിരുവനന്തപുരത്തേക്ക് അപ്പം എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ ചൂടായ അപ്പം 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ 20 മിനിറ്റിനുള്ള ട്രെയിന് ജനങ്ങൾക്ക്. എന്നിട്ട് ആരും കൈയടിച്ചില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്താ കൈയടിക്കാത്തതെന്ന് ചോദിച്ച ആളുകളെ കളിയാക്കി. ആളുകൾക്കറിയാം ഇതൊന്നും നടക്കാൻ പോണ പദ്ധതിയല്ല, അങ്ങനെയൊന്നും നടക്കില്ല എന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ചീമേനിയിൽ ഒരു പരിപാടിയിൽ ഇതുപോലെ പ്രസംഗിച്ചളഞ്ഞു നമ്മളെ ഗോവിന്ദൻ മാഷ്. നിങ്ങൾ ചീമേനിയിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചീമേനിയിൽ നിന്ന് കണ്ണൂർ പോകാൻ 1/2 മണിക്കൂർ വേണം, പക്ഷെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ ഓരോ 20 മിനിറ്റിൽ ട്രെയിൻ വരും, 20 മിനിറ്റിൽ 10 മിനിറ്റ് അങ്ങനെ പോയി, പിന്നെ 10 മിനിറ്റ് ഇങ്ങനെ പോയപ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റിൽ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറിയാൽ നിങ്ങൾക്ക് അപ്പം ഇപ്പം കാര്യങ്ങൾ പിന്നെ ഓടിപ്പോകാം. അങ്ങനെ വേണ്ട ബഹളമുണ്ട്. വൻകിട പ്രോജക്റ്റുകളുടെ ഒരു പറുദീസയാണ് കേരളം ആക്കാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ വൻകിട പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ മേളകൾ നടത്തി. നവകേരള സദസ് ആരാ പങ്കെടുത്തത്? മുഴുവൻ സമ്പന്ന വർഗം. അതുപോലെ തന്നെ ലോക കേരള സഭ, ഇവിടുത്തെ വലിയ മുതലാളിമാരെല്ലാം കൂടെയാണ് ചിക്കൻ അടിച്ച് തീർത്തത്. നമ്മളെ എം എം മണിയുടെ ഭാഷയെ പറഞ്ഞ നക്കി തീർത്തത്. അങ്ങനെ വലിയ മുതലാളിമാര്, പിന്നെ കെ മേരിയെ പോലുള്ള സാഹിത്യകാരികൾ, വലിയ വലിയ ടീമുകളാണ്. അപ്പം വലിയ ദിലീപിന്റെ ഈ ഇത് വന്നല്ലോ, കേസ് വന്നല്ലോ. കേസിന്റെ വിധിയായ ദിവസം 8-ാം തീയതി വിധി വന്നതിന്റെ അന്ന് ദിവസം നമ്മൾ ഓർത്തിരിക്കുകയാണ്. 8-ാം തീയതി വിധി വന്നതിന്റെ അന്ന് വൈകുന്നേരം ഞാൻ ഒരു സ്ഥലത്ത് ഒരു ബുക്ക് വാങ്ങാൻ പോയി. ആ സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത് ഒരു ബുക്ക് വാങ്ങാൻ പോയി. ബുക്ക് വാങ്ങി വന്നപ്പോ കെ മീര അവരെന്തൊരു മക്കാച്ചി എന്നാവുന്നു, കല്ലാച്ചി, അങ്ങനെ ഏതൊരു പുതിയ പുസ്തകം, പേരെനിക്ക് ഓർമ്മയില്ല, മക്കാച്ചി എന്നാവുന്നു. അതിന്റെ ഒരു ചർച്ച, ഒരു 10-25 പേര്, പെൺകുട്ടികളും ആൺകുട്ടികളും സ്ത്രീ പുരുഷന്മാർ 10-20 പേര് ഇരിക്കുന്നു. മീര ഇരുന്ന് മക്കാച്ചിയുടെ കല്ലാച്ചിയോ അത് ആ പുസ്തകത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇവിടെ വലിയ ഒരു കേസ്, സ്ത്രീകളുടെ ഒരു വിഷയത്തിൽ, വലിയ വിഷയത്തിൽ സമൂഹം പെട്ട് നിൽക്കുകയാണ്. രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയത്തിൽ സമൂഹം പെട്ട് നിൽക്കുന്നു. സ്ത്രീ സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഒരുപാട് കോടതി വിധികളും പ്രശ്നങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് മീര ഈ ചർച്ച ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ ഒരു സമ്പന്ന വർഗം ഉണ്ടല്ലോ, ഒരു വരേണ്യ വർഗമുണ്ട്, എഴുത്തുകാരിലെ വരേണ്യ വർഗവും. പഴയ എഴുത്തുകാരായ വയലാറും ONV കുറെ ആളുകളും ഒക്കെ, കുഞ്ചൻ നമ്പ്യാർ അടക്കമുള്ള ആര് നിങ്ങൾ എടുത്തോളൂ, എല്ലാവരും സമൂഹത്തിൽ നന്മ കൊടുക്കാനും സമൂഹത്തിൽ ഭരണകൂടത്തെ തിരുത്താനുമുള്ള കവിതകളും കഥകളും നാടകവും ഒക്കെ ചെയ്ത സമയത്താണ് മീരമാർ ഇങ്ങനെ ഈ ഭരണകൂടത്തെ ചൊറിയുന്ന എഴുത്തുമായിട്ടൊക്കെ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ എഴുത്തുകളുമായിട്ട് നടന്ന ഒരു വരേണ്യ വർഗത്തിന്റെ കേരളം ഉണ്ടായി. അപ്പൊ ചോദിക്കും, ഞങ്ങൾ 2,000 രൂപ കൊടുത്തില്ലേ, 1000 രൂപ കൊടുത്തില്ലേ, നക്കാപ്പിച്ച് കൊടുത്തു. നിങ്ങൾ ചിക്കൻ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചിക്കൻ കാല് കൊടുത്തു, കഴിച്ചു കഴിഞ്ഞതിന്റെ ബാക്കി വന്ന ചിക്കൻ നിങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ ബാക്കി വന്ന ചിക്കൻ വരാത്തതുകൊണ്ട് നിങ്ങൾ ബീഫ് കൊടുത്തു, ബീഫും വരാത്തതുകൊണ്ട് നിങ്ങൾ വെജിറ്റേറിയൻ കൊടുത്തു, ഒന്നുമില്ലാത്തടത്ത് നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കി ബ്രെഡ് കൊടുത്തു, 1000 രൂപ കൊടുത്തു. നിങ്ങൾ 1000 രൂപ അംഗനവാടിക്ക് കൊടുത്തപ്പോൾ
1000 രൂപ നിങ്ങൾ അംഗനവാടിക്ക് എന്ന് പറഞ്ഞാൽ ശമ്പളം കൂട്ടിയില്ല, ശമ്പളം കൂട്ടിയല്ലോ, 1000 രൂപ നിങ്ങൾ അംഗനവാടിക്ക് കൂട്ടിയപ്പോൾ, ആശാ വർക്കേഴ്സിന് 10000 രൂപ ചോദിച്ചപ്പോൾ 1000 രൂപ കൂട്ടിയപ്പോൾ ലക്ഷങ്ങൾ മുടക്കി സമ്പന്ന വിഭാഗത്തിന് വേണ്ടി നവകേരള സദസ്സും ഐഡിയ രൂപീകരണവും വികസന സദസ്സും ഒക്കെ നടത്തി ഒരു സമ്പന്നന്റെ കേരളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ഫീൽ കൊടുത്തപ്പോൾ ദരിദ്രരായ ജനങ്ങൾ അവർ മാറി, ഇടതുപക്ഷത്തിൽ നിന്ന് അവർ മാറി. നിങ്ങൾ വലതുപക്ഷ തീവ്ര വലതുപക്ഷത്തിലേക്ക് പോയതുപോലെ, വലതുപക്ഷത്തെക്കാൾ വലിയ തീവ്ര വലതുപക്ഷത്തിലേക്ക് പോയതുപോലെ സാധാരണ ജനങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നത് CPM വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. ആരുടേതാണ് മുൻഗണന? ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുടെ മുൻഗണനയാണോ ഉള്ളത്? അത് കേവലം പെൻഷൻ കൊടുത്ത് മാത്രം നിർത്താൻ പറ്റില്ല. പണ്ട് കാലത്ത് നിങ്ങൾ പെൻഷൻ കൊടുത്ത് നിർത്തി, ആളുകൾ നിന്നുകൂടെ, കർഷകർക്കുള്ള പെൻഷനും ആ പെൻഷനും ഈ പെൻഷനും വിധവാ പെൻഷൻ കൊടുത്ത് നിർത്തിയപ്പോൾ നിങ്ങൾ വേറെ ആർക്കും ഒന്നും കൊടുത്തില്ല, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ പെൻഷൻ ഇവർക്ക് കൊടുക്കുകയും അത് നക്കാപ്പിച്ച പോലുള്ള പെൻഷൻ, എന്റെ ഭാഷയല്ല കേട്ടോ, ഈ പിന്നെ MM മണിയുടെയും മറിയം ചേച്ചിയുടെയും ഒക്കെ ഭാഷയാണ്, നക്കാപ്പിച്ച പെൻഷൻ കൊടുത്ത് ആ നക്കിയവരാരും വോട്ടിട്ടില്ല നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ ഒരു സമ്പന്ന വർഗത്തിന്റെ വരേണ്യ വർഗത്തിന്റെ വികസനമാണ് കേരളത്തിൽ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫീൽ നിങ്ങൾ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ പ്രശ്നമാണ്. ഇടതുപക്ഷത്തിന്റെ വികസനം ഇങ്ങനെയല്ല. ഇടതുപക്ഷം തൊഴിലിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങൾ പിന്നെ സോവിയറ്റ് റഷ്യ തകർന്നു പോയതിനു ശേഷം വിപ്ലവം പറ്റില്ല എന്ന് MP പരമേശ്വരൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ, തോമസ് ഐസക്കൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ വിപ്ലവം പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ജനകീയ ജനാധിപത്യത്തിലൂടെ നമ്മുടെ ഗോവിന്ദമാഷിന്റെ ഭാഷയെ പറഞ്ഞാൽ വർഗാധിപത്യവും പിന്നെ കൊളോണിയലിസവും പിന്നെന്താണ് പിന്നെ കോർപ്പറേറ്റ് ലോകത്ത് എങ്ങനെയാണ് നമുക്ക് എന്ത് നടത്താൻ പറ്റുന്നത്? ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ്, വർഗഘടനയുടെ ഭാഗമായുള്ള ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് ജനങ്ങളെ സഹായിക്കാൻ പറ്റുക എന്ന് ഗോവിന്ദമാഷ് ചോദിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഗോവിന്ദമാഷെ, ഈ നാട്ടിലെ പാവങ്ങളായ 10-45 ലക്ഷം ആളുകൾ തൊഴിലില്ല. നിങ്ങൾ മേളകൾ നടത്തി, വിജ്ഞാന കേരളം എന്ന് പറഞ്ഞ മേള നടത്തി, കംപ്ലീറ്റ് ഉടായ്പായിരുന്നു. അത് നമ്മൾ അതിന്റെ മാത്രം ഒരു വീഡിയോ ചെയ്യും തോമസ് ഐസക്കിനോട് ചോദിക്കാനായിട്ട്. കംപ്ലീറ്റ് ഉടായ്പായിരുന്നു. ഞാൻ വാമനപുരം ബ്ലോക്ക്, എനിക്ക് അറിയാവുന്ന ബ്ലോക്ക് പറഞ്ഞുതരാം. 16000 പേര് അവിടെ രജിസ്റ്റർ ചെയ്തു. 16000 പേര് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ അവസാനം 10000 ആക്കി, 10000 ആയിട്ട് അത് 8000 ആയി, 2000 ആയി, 3000 ഇങ്ങനെ താന്നു. അവസാനം ചെറുപ്പക്കാരെല്ലാം വളരെ മോഹവലയത്തിലായിരുന്നു. എന്നിട്ട് നിങ്ങൾ KRP കീ റിസോഴ്സ് പേഴ്സൺ, പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി അംബാസഡർ എന്നൊക്കെ പറഞ്ഞ് മധുര മനോഹര പേരുകളൊക്കെ ഇട്ട് NLM എന്ന് പറഞ്ഞ നാഷണൽ ലൈവ്ലിഹുഡ് പ്രോജക്ട് എന്ന് പറഞ്ഞ് കുടുംബശ്രീയുടെ മനോഹരമായ പ്രോജക്റ്റ് എടുത്തുള്ള പൈസ എടുത്ത് നിങ്ങൾ ഓരോരുത്തരെ പോസ്റ്റ് ചെയ്തു. അവിടെ അവരെല്ലാം ഉള്ള തട്ടുകടയിലും ഉള്ള പിന്നെ എന്താണ് പിന്നെ നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റൈൽസിൽ അവിടെ ഇവിടെയൊക്കെ പോയി ജോബ് ഉണ്ടോ എന്ന് ചോദിച്ച് നിങ്ങൾ ആളുകളെ പറ്റിച്ചു, ചെറുപ്പക്കാരെ പറ്റിച്ചു. വിജ്ഞാന കേരളം എന്ന് പറഞ്ഞ് വലിയ ഉടായ്പാണ് നടത്തിയത്. ആ ഉടായ്പിൽ പറ്റിക്കപ്പെട്ട ചെറുപ്പക്കാർ നിങ്ങൾ വോട്ട് ചെയ്തില്ല. അപ്പോൾ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചു. അതുപോലെ തന്നെ ഈ പെൻഷൻ കൊടുത്തിട്ട് നിങ്ങൾ വല്ലാതെ അതിൽ അഹങ്കരിച്ചു. ഞങ്ങളുടെ നക്കാപ്പിച്ച തന്നില്ലേ? അതല്ല കേരള സമൂഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും വിശ്വസിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിൽ ഞാൻ ഉദാഹരണം പറയാം, തെറ്റാണത് അന്ന്. ഇന്നിപ്പോ നോക്കുമ്പോൾ വലിയ തെറ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ EMS അധികാരത്തിൽ വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സാധാരണ സഹാക്കൾ ചെന്നിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ SI എടുത്ത് പറയും, ഞങ്ങളുടെ ഭരണമാണ്, ഞങ്ങൾ ഇനി ഭരിക്കും എന്നുള്ള നിലയിൽ ഞങ്ങൾ ഭരണം അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് തെറ്റാണ്, അത് ഒരിക്കലും അനുവദിക്കേണ്ട കാര്യമില്ല. പോലീസ് സ്റ്റേഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ആ സഹാക്കൾക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഞങ്ങളുടെ ഗവൺമെന്റ് ആണ്, ഞങ്ങളുടെ പോലീസാണ്, ഞങ്ങൾ പറയും. ആ ഒരു ഫീൽ, ഒരു അഭിമാനബോധമാണ്. ബാക്കി തെറ്റും നിയമവും ക്രിമിനൽ പ്രൊസീജിയർ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യാം. അതിന്നില്ല. ഇത് ഞങ്ങളുടെ ഗവൺമെന്റ് ആണെന്ന് പറയാൻ നിങ്ങളുടെ കൂടെ ഇന്ന് ആരില്ല? തൊഴിലാളി വർഗമില്ല, യുവാക്കളില്ല. ഈ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്ന ഒരു സമ്പന്ന വർഗവും പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു വർഗവുമാണ് കൂടെ ഉള്ളത്. അല്ലാത്തവർ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നത് പോലെ ഇടതുപക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണെന്നറിയാവോ? വികസനമാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. വികസനമാണെങ്കിൽ ആര് കൊണ്ടുവന്നാലും പോരെ? വികസനമാണെങ്കിൽ BJP കൊണ്ടുവന്നാൽ പോരെ, മോഡി കൊണ്ടുവന്നാൽ പോരെ, അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവന്നാൽ പോരെ, SDP കൊണ്ടുവന്നാൽ പോരെ, ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്നാൽ പോരെ, ആര് കൊണ്ടുവന്നാലും പോരെ വികസനമാണെങ്കിൽ? അല്ല മാഷേ, ഇടതുപക്ഷത്തിന്റെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായ വികസനമാണെന്ന് നിങ്ങളുടെ തത്വശാസ്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് ആ വ്യത്യസ്ത വികസനം എന്തെന്ന് ഇവിടുത്തെ സമാജികർമാർക്കും പൊതുസാമാന്യ ജനത്തിനും മനസ്സിലാകുന്ന ഒരു വികസനം കൊണ്ടുവരുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ആ പരാജയമാണ് ഈ UDFന്റെ വിജയത്തിന്റെ മറ്റൊരു കാര്യം. തീവ്ര വലതുപക്ഷത്തിലേക്ക് നിങ്ങൾ മാറി
ഒരു സമ്പന്ന വർഗത്തിന്റെ ഒരു കേരളം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതേത് വൻകിട പദ്ധതികൾ എടുത്താലും നിങ്ങൾക്ക് വൻകിട ചിന്തകളേ ഉള്ളൂ, ചെറുകിട ചിന്തയില്ല, ചെറുകിട പദ്ധതിയുമില്ല. പക്ഷെ ചെറുകിടക്കാരെ നിങ്ങൾ ചിന്തിക്കുന്നത് നക്കാപ്പിച്ച കൊടുക്കുന്ന 1000 രൂപ 2000 രൂപ ഞങ്ങൾ ക്ഷേമ പെൻഷൻ തന്നില്ലേ എന്ന് ചോദിക്കുന്ന നക്കാപ്പിച്ച വാരി എറിഞ്ഞിട്ട് ചില മുതലാളിമാർ ചെയ്യുന്നത് പോലെ അവർ സമ്പന്നരെ വിളിച്ചു കൂട്ടി നല്ല ആഘോഷം നടത്തിയിട്ട് അവർ പോവാൻ സമയത്ത് വീട്ടിൽ നിൽക്കുന്ന വേലക്കാരനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അതുവഴി പോകുന്ന ആളുകൾ വിളിച്ചിട്ട് അതിന്റെ ബാലൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 10 രൂപ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ ഒരു മലയാളിയെ ഒരു അപമാനിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടുമായിട്ടാണ്, ഒരു വികസന മുന്നേറ്റവുമായിട്ടാണ് പിണറായി വിജയൻ സഖാവെ താങ്കൾ പോകുന്നത്. അത് കേരള സമൂഹം എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തിൽ നിന്ന് ഇതല്ല കേരള സമൂഹം പ്രതീക്ഷിക്കുന്നതെന്ന് ഞാനല്ല പറയുന്നത്, സഖാവ് ബിനോയ് വിശ്വമാണ്.